അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1367. സൂറത്ത് ഹൂദ് 96 മുതൽ 109 കൂടിയ സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ വസുൽത്താനിൻ മുബീൻ. നിശ്ചയം മൂസാ അലൈഹിസ്സലാമിനെ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ തെളിവുമായി പ്രവാചകരായി നിയോഗിച്ചു. ഇലാ ഫിർഔന മലഇഹി, ഫറോവയിലേക്കും അവന്റെ സൈന്യത്തിലേക്കും പ്രവാചകനായി നിയോഗിച്ചു. ഫത്തബഉ അംറ ഫിർഔന, അങ്ങനെ ആ ജനങ്ങൾ ഫറോവയുടെ കൽപ്പന പിന്തുടർന്നു. വമാ അംറു ഫിർഔന ബിറഷീദ്, ഫറോവയുടെ കൽപ്പന വാസ്തവത്തിൽ വിവേകപൂർണമായിരുന്നില്ല. എന്നിട്ടും ഫറോവ പറയുന്നത് സ്വീകരിക്കുകയും മൂസാ നബി അലൈഹി ഇസ്ലാം പറയുന്നതിനെ അവർ എതിർക്കുകയും ചെയ്തു. യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഫിർഔൻ അവന്റെ ജനതയ്ക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് വരും. അങ്ങനെ ഫൗറദഹു മുന്നാർ, ഫറോവ അവരെ നരകത്തിലേക്ക് ആനയിക്കും. ബിഅ്സൽ വിർദുൽ മൗറൂദ്, ആ ആനയിക്കപ്പെടുന്ന സ്ഥാനം അഥവാ നരകം അത് വളരെ ചീത്തയാവുന്നു. വഉത്ബിഉ ഫീ ഹാദിഹി ലഅനതൻ, അവർക്ക് ഈ ദുനിയാവിൽ ശാപത്തെ തുടർത്തപ്പെട്ടു. വയൗമൽ ഖിയാമ, അന്ത്യനാളിലും ശാപം തുടർത്തപ്പെട്ടു. ബിഅ്സൽ റിഫ്ദുൽ മർഫൂദ്, അവർക്ക് നൽകപ്പെടുന്ന ആ സമ്മാനം, ശാപം എന്ന സമ്മാനം വളരെ ചീത്ത. ദാലിക മിൻ അംബാഇൽ ഖുറ, ഇതൊക്കെയാണ് ഗ്രാമങ്ങളുടെ വാർത്തകൾ. നഖുസുഹു അലൈക, തങ്ങളുടെ മേലിൽ നാം അത് വിവരിച്ചു തരുന്നു നബിയെ. മിൻഹ, ആ ഗ്രാമങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഖായിമുൻ, നിലനിൽക്കുന്നതുണ്ട്, വഹസീദ്, ഉന്മൂലനം ചെയ്യപ്പെട്ടതുമുണ്ട്. വമാ ലലംനാഹും, അവരെ നാം ആക്രമിച്ചിട്ടില്ല. വലാകിൻ ലലമു അൻഫുസഹും, മറിച്ച് അവർ അവരെ തന്നെ ആക്രമിക്കുകയാണ് ചെയ്തത്. ഫമാ അഗ്നത് അൻഹും ആലിഹത്തുഹും അല്ലത്തി യദ്ഊന മിൻ ദൂനില്ലാഹി മിൻ ഷൈഅ, അപ്പോൾ അവർ അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്ന ദൈവങ്ങൾ അവർക്കൊരു ഉപകാരവും ചെയ്തില്ല. ലമ്മാ ജാഅ അംറു റബ്ബിക, തങ്ങളുടെ നാഥന്റെ കൽപ്പന വന്നപ്പോൾ. വമാ സാദൂഹും ഗൈറ തത്ബീബ്, ആ ദൈവങ്ങൾ അവർക്ക് നാശമല്ലാതെ വർദ്ധിപ്പിച്ചുമില്ല. വകദാലിക അഖ്ദു റബ്ബിക, ഇപ്രകാരമാണ് തങ്ങളുടെ നാഥന്റെ പിടിച്ചു ശിക്ഷിക്കൽ. ഇദാ അഖദൽ ഖുറ വഹിയ ലാലിമ, അക്രമിയായിരിക്കെ ഒരു ഗ്രാമവാസികളെ അല്ലാഹു തആല പിടികൂടിയാൽ അവന്റെ ശിക്ഷ ഇങ്ങനെയാണ്. ഇന്ന അഖദഹു അലീമുൻ ഷദീദ്, കാരണം അല്ലാഹുവിന്റെ ശിക്ഷ വേദനാജനകവും വളരെ കഠിനവുമായിരിക്കും. ഇന്ന ഫീ ദാലിക, ഈ പറഞ്ഞതിലുണ്ട്, ആയത്തൻ ലിമൻ ഖാഫ അദാബൽ ആഖിറ, പരലോകത്തെ ശിക്ഷ ഭയപ്പെടുന്ന ആളുകൾക്കൊരു ദൃഷ്ടാന്തമുണ്ട്. ജീവിതം നന്നായി ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായി ക്രമീകരിക്കണമെന്നും ജീവിതത്തിൽ ഒരിക്കലും തന്നെ നിഷേധത്തിന്റെ വക്താക്കളായി മാറിക്കൂടെന്നുമുള്ള കൃത്യമായ ബോധം അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ദാലിക യൗമുൻ മജ്മൂഉൻ ലഹുന്നാസ്, അത് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമാകുന്നു. ദാലിക യൗമുൻ മശ്ഹൂദ്, അത് ആളുകളെ സമ്മേളിപ്പിക്കപ്പെടുന്ന, സർവരും ഒരുമിച്ച് കൂടുന്ന സാന്നിധ്യമുണ്ടാകുന്ന ദിനവുമാകുന്നു. വമാ നുഅഖിറുഹു ഇല്ലാ ലി അജലിൻ മഅദൂദ്, ആ അന്ത്യദിനത്തെ നാം ഒരു നിശ്ചിത അവധി വരെ അല്ലാതെ പിന്തിക്കുന്നില്ല. അഥവാ അല്ലാഹു തആല അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്ത് അന്ത്യനാൾ സംഭവിക്കും. യൗമയഅതി, അന്ത്യനാൾ വരുന്ന നേരത്ത്, ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി, ഒരു ശരീരവും അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ സംസാരിക്കുകയില്ല. ഫമിൻഹും, അപ്പോൾ ആ ജനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും ശഖിയ്യുൻ, പരാജയപ്പെട്ടവനുണ്ടാകും, വസഈദുൻ, വിജയിയുമുണ്ടാകും. ഫഅമ്മല്ലദീന ശഖു, അപ്പോൾ പരാജയപ്പെട്ട ആളുകൾ, ഫഫിന്നാർ, അവർ നരകത്തിലായിരിക്കും. ലഹും ഫീഹാ സഫീറും വശഹീഖ്, നരകത്തിൽ അവർക്ക് നെടുവീർപ്പും അതേപോലെ തേങ്ങിക്കരച്ചിലുമാണ് ഉണ്ടാവുക. ഖാലിദീന ഫീഹാ, അവരാ നരകത്തിൽ ശാശ്വതന്മാരായ നിലക്ക് മാദാമത്തിസ് സമാവാതു വൽ അർളു, ആകാശഭൂമി നിലനിൽക്കുന്ന കാലത്തോളം. ഇല്ലാ മാ ശാഅ റബ്ബുക, തങ്ങളുടെ നാഥൻ ഉദ്ദേശിച്ചതൊഴികെ. ഇന്ന റബ്ബക ഫഅാലുൻ ലിമാ യുരീദ്, നിശ്ചയം തങ്ങളുടെ നാഥൻ അവരുദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാകുന്നു. വഅമ്മല്ലദീന സുഇദു ഫഫിൽ ജന്ന,
അപ്പോൾ വിജയം വരിച്ച ആളുകൾ അവർ സ്വർഗത്തിലാണ്. ഖാലിദീന ഫീഹ, സ്വർഗത്തിലെ ശാശ്വതന്മാരായ നിലക്ക്. മാദാമത്തി സമാവാത്തു വല്ലാർന്നു, ആകാശഭൂമി നിലനിൽക്കുന്നിടത്തോളം. ഇല്ലാ മാഷാ റബ്ബുക്, തങ്ങളുടെ നാഥൻ ഉദ്ദേശിച്ചതൊഴികെ. അതാഅൻ ഗൈറ മജ്ദൂദ്, ഒരിക്കലും നിലച്ചു പോകാത്ത അള്ളാഹുവിന്റെ ഒരു ദാനം എന്ന നിലക്കാണ് അള്ളാഹു തആല അവർക്ക് വലിയ സംവിധാനങ്ങൾ സ്വർഗത്തിൽ നൽകുന്നത്. ഫലാ തകുഫി മിരിയത്തിൻ മിമ്മാ യഅബുദു ഹൗലായി, അതുകൊണ്ട് ഈ കൂട്ടർ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ തങ്ങൾ സംശയത്തിലേ ആവണ്ട നബിയെ. മാ യഅബുദൂന ഇല്ലാ കമാ യഅബുദു ആബാഉഹും മിൻ ഖബൽ, ഇവരുടെ പിതാക്കൾ മുമ്പ് ആരാധിച്ചിരുന്നത് പോലെ അല്ലാതെ ഇവരും ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ആരാധന അവർക്ക് യാതൊരു നേട്ടവും നൽകുകയില്ല. വഇന്നാല മുവഫൂഹും നസീബഹും ഗൈറ മൻഖൂസ്, അവർക്കുള്ള വിഹിതം ചുരുക്കപ്പെടാത്ത നിലക്ക് തന്നെ നാം അവർക്ക് പൂർത്തിയാക്കി നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞ കുറെ സൂക്തങ്ങളിലായി ധാരാളം നബിമാരുടെ പ്രബോധനത്തിന്റെ ചരിത്രങ്ങളാണല്ലോ അല്ലാഹു തആല പറഞ്ഞു വരുന്നത്. ആ കൂട്ടത്തിൽ ഇനി ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ ഇസ്രായേലികളിലേക്കും അതേപോലെ ഖിബ്തികളിലേക്കും ഈജിപ്ത് ഭരിച്ചിരുന്ന ഭരണാധികാരിയായ ഫറോവയിലേക്കും അല്ലാഹു തആല പ്രവാചകനാക്കി നിയോഗിച്ച കഥയും, എന്നിട്ട് ആ പ്രവാചകനായി വന്ന മൂസാ നബി അലൈഹിസ്സലാമിനോടുള്ള ജനങ്ങളുടെ റെസ്പോണ്ടും അതിന്റെ ക്ലൈമാക്സുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വലഖദ് അർസൽനാ മൂസ, നിശ്ചയം മൂസാ നബി അലൈഹിസ്സലാമിനെ നാം പ്രവാചകരായി നിയോഗിച്ചു. ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളോടുകൂടെ, സുൽത്താനും മുബീൻ, വ്യക്തമായ രേഖയോടും തെളിവോടും കൂടെ. അതായത് ആരുടെ മുന്നിലും എടുത്തു കാണിക്കാൻ പറ്റും വിധത്തിലുള്ള കൃത്യമായ രേഖകളും തെളിവുകളും അവതരിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ പ്രവാചകരായി നിയോഗിച്ചു. ഇലാ ഫിർഔന വ മലഇഹി, ഫറോവയിലേക്കും ഈജിപ്ത് ഭരിക്കുന്ന ഭരണാധികാരിയായ ഫറോവയിലേക്കും അവന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളിലേക്കും അവന്റെ കൂടെ ഇരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ആളുകൾ എന്നാണ് മല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അവരിലേക്ക് മാത്രമല്ല, ആ ജനങ്ങളിലേക്ക് മൊത്തമാണ്. അപ്പൊ നേതൃത്വത്തിനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നേതൃത്വത്തിലേക്ക് തന്നെ അവരെ ക്ഷണിക്കാൻ വേണ്ടി അയച്ചു എന്ന് പറഞ്ഞാൽ അവരെ പിന്തുടർന്നുകൊണ്ട് അവരുടെ അനുയായികൾക്ക് കൂടി ബാധകമായ വിധത്തിലുള്ള കാര്യമാണ് എന്നർത്ഥം. അങ്ങനെ ഫറോവയിലേക്കും അവന്റെ ആളുകളിലേക്കും മൂസാ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചപ്പോൾ ഫത്തബഉ അംറ ഫിർഔന, അവർ ഫറോവയുടെ കൽപ്പനയെ പിന്തുടർന്നു. ഐ മസ്ലകഹു വ മൻഹജഹു വ തരീഖതഹു ഫിൽ ഗയ്യി വൽ ളലാൽ. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, വഴികേടിലും അതേപോലെ തന്നെ മാർഗഭ്രംശത്തിലും ഫറോവയുടെ റൂട്ടും അവന്റെ രീതിയും അവന്റെ മാർഗങ്ങളുമാണ് അവർ പിന്തുടർന്നത്. മൂസാ നബി അലൈഹി സ്വലാമിനെ നിരാകരിക്കാനാണ് ആ ജനങ്ങൾ തയ്യാറായത്. എന്നാൽ വമാ അംറു ഫിർഔന ബിറശീദ്, യഥാർത്ഥത്തിൽ ഫറോവയുടെ കാര്യം അതൊരിക്കലും തന്നെ വിവേകപൂർണമായിരുന്നില്ല. അതായത് ലൈസ ഫീഹി റുഷ്ദും വലാ ഹുദ, അതിൽ വിവേകമോ അല്ലെങ്കിൽ സന്മാർഗമോ ഉണ്ടായിരുന്നില്ല. വഇന്നമാ ഹുവ ജഹ്ലും വളലാൽ, അത് വഴികേടും അതേപോലെ വിവരക്കേടും മാത്രമായിരുന്നു. വകുഫ്റും വഇനാദ്, അതോടൊപ്പം തന്നെ നിഷേധവും മാത്സര്യവും മാത്രമായിരുന്നു. ആ ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിനെ സതുപദേശങ്ങൾ നൽകി അവരെ സത്യത്തിലേക്ക് ക്ഷണിക്കാൻ പറഞ്ഞയച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനെ ഫോളോ ചെയ്യുന്നതിന് പകരം ഈ ജനങ്ങളുടെ കൂടെ കൂടാനാണ് അവർ തയ്യാറായത്. എന്നാൽ ആ നിലക്ക് കൂടെ കൂടിയതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും നേട്ടമോ നന്മയോ ഉണ്ടായില്ല. കാരണം ഫറോവയുടെ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും അതൊരിക്കലും തന്നെ മനുഷ്യനെ നന്മയിലേക്കോ നീതിയിലേക്കോ സത്യത്തിലേക്കോ ധർമ്മത്തിലേക്കോ നയിക്കുന്നതായിരുന്നില്ല. വഴികേടിലേക്കും അതിക്രമങ്ങളിലേക്കും തിന്മകളിലേക്കും നയിക്കുന്ന ഉപദേശങ്ങളായിരുന്നു അവൻ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ വിധത്തിലുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അംറു ഫിർഔന ബിറശീദ്, ഫറോവയുടെ കാര്യം ഒരിക്കലും തന്നെ വിവേകപൂർണമായിരുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ വിവേകമില്ലാത്ത ഫറോവ നയിക്കുന്ന അനുയായികൾ അങ്ങേയറ്റം അപകടത്തിലാണ് ചെന്നു ചാടുക എന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി? യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവന്റെ സമൂഹത്തിന് ഫിർഔൻ നേതൃത്വം കൊടുക്കും. അങ്ങനെ ഫൗറദഹുമുന്നാർ, അവരെ ഫിർഔൻ നരകത്തിലേക്ക് ആനയിക്കും. എന്ന് പറഞ്ഞാൽ ഫറോവയുടെ വാക്കുകൾ കേട്ട് അവനെ പിന്തുടർന്ന ആളുകളെയും കൊണ്ട് ഫിർഔൻ പോകുന്നത് നേരെ നരകത്തിലേക്കായിരിക്കും. കടുത്ത ശിക്ഷ കൊണ്ട് നിറക്കപ്പെട്ട ആ നരകത്തിലെ ശിക്ഷയാണ് ഫിർഔൻ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നത്, സമ്മാനിക്കാൻ പോകുന്നത് എന്നർത്ഥം. നോക്കൂ, അവരാനയിക്കപ്പെടുന്ന ആ സ്ഥാനം അത് വളരെ ചീത്തയാകുന്നു.
അപ്പൊ ഫിർഔന്റെ വാക്കുകൾ കേട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉത്ബോധനത്തെ അവഗണിച്ച ജനങ്ങൾ വാസ്തവത്തിൽ കടുത്ത ആ ശിക്ഷയിലേക്കും അതേപോലെ പരാജയത്തിലേക്കുമാണ് നീങ്ങുന്നത്. ഈ ദുനിയാവിൽ അവർക്ക് ശാപം തുടർത്തപ്പെട്ടു, വയൗമൽ ഖിയാമ അന്ത്യനാളിലും. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ജീവിച്ച സമയത്ത് പാപത്തിന്റെ ശമ്പളം എന്ന നിലക്ക് മൂസാ നബി അലൈഹി ഇസ്ലാം എന്ന പ്രവാചകന്റെ ഉത്ബോധനങ്ങളെ നിർദാക്ഷിണ്യം, നിഷ്കരുണം തള്ളിക്കളഞ്ഞതിന്റെ പേരിൽ അവർ ശാപത്തിന് അർഹരായി. ആ ശാപം വിടാതെ അവരെ പരലോകത്തും പിന്തുടരുന്നു. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവർക്ക് ശാപമുണ്ടായി, പരലോകത്തെത്തിയപ്പോഴും ശാപമുണ്ടായി. എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന്റെ 4 അയലത്തേക്ക് പോലും അടുക്കാൻ സാധിക്കാത്ത വിധം അങ്ങേയറ്റം പരാജയത്തിന്റെ പടുകുഴിയിലേക്കാണ് ഫറോവ അവരെ കൊണ്ടുപോയത് എന്നർത്ഥം. ബിസരിഫുൽ മർഫൂദ്, ആ ജനങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമ്മാനം അത് വളരെ ചീത്തയാകുന്നു. അതായത് ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഫിർഔനിന്റെ വാക്കുകേട്ടതിന്റെ പേരിൽ അള്ളാഹു അവർക്ക് ശാപം കൊടുത്തു. പരലോകത്തെത്തിയപ്പോൾ ആ പാപത്തിന്റെ ശമ്പളം എന്ന നിലക്ക് നരകത്തിലേക്കും അള്ളാഹു എത്തിച്ചു. അവരെ കാത്തിരിക്കുന്നത് ഗുരുതരമായ ശിക്ഷയും അങ്ങേയറ്റത്ത അസ്വസ്ഥതകളും സമാധാനക്കേടും മാത്രമാണ് എന്നർത്ഥം. ദാലിക അംബാഇൽ ഖുറ, നബിയെ ഇതുവരെ പറഞ്ഞതൊക്കെ ഒരുപാട് ഗ്രാമവാസികളുടെ വാർത്തകളും കഥകളുമായിരുന്നു. നഖുസ്സുഹു അലൈക, തങ്ങൾക്ക് നാം അത് വിവരിച്ചു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കുറെ നബിമാരുടെ ചരിത്രം പറഞ്ഞു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പറഞ്ഞു, ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ പറഞ്ഞു, സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പറഞ്ഞു, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ ചരിത്രങ്ങൾ പറഞ്ഞു. എന്നാൽ ആ ചരിത്രങ്ങളിലൊക്കെ ആ ജനങ്ങൾക്കും അവരുടെ സമൂഹങ്ങൾക്കും നേരിടേണ്ടി വന്ന സംഭവങ്ങൾ നിഷേധിച്ച ആളുകൾക്ക് കടുത്ത താക്കീതും അതേപോലെ തന്നെ വിശ്വസിച്ച ആളുകൾക്ക് വലിയ വിജയവും അല്ലാഹു തആല സമ്മാനിച്ചതിന്റെ കഥകളാണ് വിവരിച്ചത്. മിൻഹാ ഖായിമും വഹസീദ്, ആ ഗ്രാമങ്ങളുടെ കൂട്ടത്തിൽ നിലനിന്നവയും ഉന്മൂലനം ചെയ്യപ്പെട്ടവയുമുണ്ട്. അഥവാ പ്രവാചകന്മാരുടെ കൽപ്പനകൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോയവർക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനവും അല്ലാത്തവർക്ക് തകർത്ത് കളയുന്ന വിധത്തിലുള്ള ശിക്ഷയും അല്ലാഹു നൽകിയിട്ടുണ്ട്. ഈ ശിക്ഷ കിട്ടിയ ആളുകളൊന്നും ലലംനാഹും, അവരെ നാം ആക്രമിച്ചതല്ല, അവരെ നമ്മൾ ശിക്ഷിച്ചപ്പോൾ നശിപ്പിച്ചപ്പോൾ നാം അക്രമപൂർവ്വം ചെയ്തതല്ല അത്, മറിച്ച് വലാക്കിൽ ലലമു അൻഫുസഹും, അവരുടെ ശരീരത്തെ അവർ തന്നെ ആക്രമിച്ചതാണ്. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കടുത്ത അക്രമങ്ങൾ അവർ കാട്ടിക്കൂട്ടിയതിന്റെ ഫലമാണ് അവർ അനുഭവിച്ചത്, അല്ലാതെ നമ്മൾ അവരൊന്നും ചെയ്തിട്ടില്ല. ഫമാഅഗനത് അൻഹും ആലിഹത്തുഹും അല്ലത്തി യദ്ഊന മിൻ ദൂനില്ലാഹി മിൻ ഷൈ, അപ്പോൾ അല്ലാഹുവിന് പുറമെ അവരാരാധിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങൾ അവർക്ക് യാതൊരു ഉപകാരവും ചെയ്തില്ല. ലമ്മാ ജാഅ അംറു റബ്ബിക, തങ്ങളുടെ നാഥന്റെ കൽപ്പന വന്നപ്പോൾ, അള്ളാഹുവിന്റെ ശിക്ഷകൾ വരുമ്പോ ആ ശിക്ഷകൾ വരുന്നത് അള്ളാഹുവിന്റെ ഏകത്വം സമ്മതിക്കണമെന്ന് പറഞ്ഞ പ്രവാചകന്മാരെ അവർ അവഗണിച്ചതിന്റെയും ആ പ്രവാചകന്മാരെ അവർ അങ്ങേയറ്റം സംശയത്തിൽ നിർത്തിയതിന്റെയും പേരിലാണ്. എങ്കിൽ അവർ സഹായത്തിനുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ദൈവങ്ങൾ, ആ ദൈവങ്ങൾ അവർക്കൊരു ഉപകാരവും ചെയ്തു കൊടുത്തില്ല. അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ ഒമാസാദൂഹും ഖൈറത്തബീബ്, അവർക്ക് നാശമല്ലാതെ ആ ദൈവങ്ങൾ വർദ്ധിപ്പിച്ചുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ദൈവങ്ങൾക്ക് ആരാധന ചെയ്യുക വഴി ദുനിയാവിലും ആഖിറത്തിലും കടുത്ത പരാജയങ്ങളും അതേപോലെ തന്നെ വലിയ തിരിച്ചടികളുമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. വകദാലിക അഖ്ദു റബ്ബിക, ഈ വിഭാഗത്തെ നമ്മൾ നശിപ്പിച്ചതുപോലെയാണ് നബിയെ തങ്ങളുടെ നാഥന്റെ പിടികൂടൽ ആളുകളെ. ഇദാ അഖദൽ ഖുറ, ഒരു ഗ്രാമത്തെ നാം അല്ലാഹു തആല പിടിക്കുമ്പോൾ വഹിയ ലാലിമ, ആ ഗ്രാമം അക്രമിയായിരിക്കാൽ ആ ഗ്രാമവാസികൾ അക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല ചിലർക്ക് ശിക്ഷ കൊടുക്കാൻ തീരുമാനിക്കും. അങ്ങനെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടുമ്പോൾ ഈ വിധത്തിൽ അവരെ നശിപ്പിക്കുന്ന ശിക്ഷ തന്നെ അല്ലാഹു നൽകും. കാരണം ഇന്ന അഖദഹു അലീമുൻ ശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ അത് അങ്ങേയറ്റം വേദനാജനകവും അതേപോലെ കഠിനവുമായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു പറയുന്നതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അബൂ മൂസ അശ്ശരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ഇന്നല്ലാഹ ല യുംലി ലിൽവാലിം ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിതുഹു, അല്ലാഹു തആല അക്രമിക്ക് കുറച്ചു കാലം ഇവിടെ ജീവിക്കാൻ സാവകാശം നൽകും, എന്നിട്ട് അവനെ അല്ലാഹു പിടികൂടുമ്പോൾ പിന്നെ പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയും അവന്റെ മുന്നിലുണ്ടാവില്ല. അതിന് അത്രമാത്രം ശക്തമായ പൂട്ടിട്ടാണ്
അവൻ അല്ലാഹു തആല പൂട്ടുക എന്നർത്ഥം. അതന്നെയാണ് ഈ ആയത്തിലും അല്ലാഹു വിശദീകരിച്ചത്. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിമൻ ഖാഫ അദാബൽ ആഖിറ. ഈ പറഞ്ഞതിൽ അല്ലാഹുവിന്റെ പാരത്രിക ശിക്ഷയെ ഭയപ്പെടുന്ന ആളുകൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലാന്റെ വിധിവിലക്കുകൾ നടപ്പാക്കാൻ അത് വിശദീകരിക്കാൻ വരുന്ന പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ അത് സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് മുന്നോട്ടു പോകുന്നവർക്ക്, പരലോക ജീവിതത്തിൽ രക്ഷയും സന്തോഷവും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിലെല്ലാം പാഠമുണ്ട്. അഥവാ ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്നവരായിരിക്കണം അള്ളാഹുവിന്റെ ആഖിറത്തിന്റെ ശിക്ഷയെ ഭയപ്പെടുന്ന ആളുകൾ എന്നർത്ഥം. ദാലിക യൗമുൻ മജ്മൂഉൻ ലഹുന്നാസ്. ആ ദിവസം എന്ന് പറയുന്നത്, അന്ത്യനാൾ എന്ന് പറയുന്നത് സർവ്വജനങ്ങളും സമ്മേളിപ്പിക്കപ്പെടുന്ന ദിവസമാണ്. അതോടൊപ്പം തന്നെ വദാലിക യൗമുൻ മശ്ഹൂദ്, സർവരുടെയും സാന്നിധ്യം ഉണ്ടാകുന്ന ദിവസവുമാണത്. എന്ന് പറഞ്ഞാൽ അന്ത്യനാളാകുമ്പോൾ ആദം നബി അലൈഹി ഇസ്ലാം മുതൽക്ക് ഇങ്ങോട്ട് ഖിയാമത്ത് നാളിന്റെ തലേ ദിവസം ഉണ്ടായ കുഞ്ഞുൾപ്പെടെ എല്ലാവരും പരലോകത്ത് ഹാജരാക്കപ്പെടും. മലക്കുകൾ വരുന്നുണ്ട്, പ്രവാചകന്മാർ വരുന്നുണ്ട്, രാജാക്കന്മാർ വരുന്നുണ്ട്, ധനികന്മാർ വരുന്നുണ്ട്, ദരിദ്രന്മാർ വരുന്നുണ്ട്, പണ്ഡിതന്മാർ വരുന്നുണ്ട്, പാമരന്മാർ വരുന്നുണ്ട്, ജിന്നുകൾ വരുന്നുണ്ട്, മനുഷ്യർ വരുന്നുണ്ട്, പക്ഷികൾ വരുന്നുണ്ട്, പറവകൾ വരുന്നുണ്ട്, ജീവികൾ വരുന്നുണ്ട്, ഇഴജന്തുക്കൾ വരുന്നുണ്ട്. നീതിമാനായിട്ടുള്ള അള്ളാഹുവിന്റെ തീരുമാനവും വിധിയും പ്രഖ്യാപിക്കപ്പെടുന്ന ആ അങ്ങേയറ്റം ഉദ്വേഗജനകമായിട്ടുള്ള സംഭവങ്ങൾക്ക് സാക്ഷിയാകുന്ന ദിവസം, എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമാണത്. ആ ദിവസത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ചരിത്രത്തിലൊക്കെ എമ്പാടും ഗുണപാഠമുണ്ട്. പറയുന്നതിന്റെ ചുരുക്കത്തരയാണ്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ട് ആത്യന്തികമായ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടണോ, പ്രവാചകാധ്യാപനങ്ങളെ നെഞ്ചേറ്റി പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അതിന് പകരം ഭൗതിക ജീവിതത്തിൽ ഏതെങ്കിലും കേമന്മാരുടെയും ഏമാന്മാരുടെയും വാക്കുകൾ കേട്ട് അള്ളാഹുവിന്റെ തീരുമാനത്തെയും ദീനിന്റെ നിയമങ്ങളെയും വെല്ലുവിളിക്കാനും ധിക്കരിക്കാനുമാണ് പരിപാടിയെങ്കിൽ കടുത്ത ശിക്ഷ കൊണ്ട് അല്ലാഹു തആല അവരെ ശിക്ഷിക്കും എന്നു തന്നെയാണ് ഈ ചരിത്രങ്ങളുടെ ഗുണപാഠം. വമാ നുഅഖിറുഹു ഇല്ലാ ലിഅജലിൻ മഅദൂദ്. ഈ അന്ത്യനാളിന് ഒരു നിർണിത അവധിയിലേക്ക് മാത്രമാണ് നാം പിന്തിക്കുന്നത് എന്ന് അല്ലാഹു പറയുന്നു. ഖിയാമത്ത് നാൾ അതെന്നു നടക്കണം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. അവൻ തീരുമാനിച്ച സമയത്ത് തന്നെ അത് നടന്നിരിക്കും. അതെന്നു വേണമെന്നും അതിനേക്കാൾ അത് മുന്നോട്ട് പോവുകയോ അതിന് മുമ്പേ സംഭവിക്കുകയോ ചെയ്യാത്ത വിധം അള്ളാഹു അതിന് നിർണിതമായൊരു ദിവസം വെച്ചിട്ടുണ്ട്. ആ ദിവസം അത് നടക്കും. എന്നാൽ യൗമ വെച്ച് ആ അന്ത്യനാൾ വരുന്ന ദിവസം ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നിഹി, ഒരാളും അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ സംസാരിക്കുകയില്ല. ഖിയാമത്ത് നാളിൽ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി നിൽക്കുന്ന അങ്ങേയറ്റം ഉദ്വേഗജനകവും അതേപോലെ ഭീതിതവുമായിട്ടുള്ള അവസരങ്ങൾക്ക് സാക്ഷിയാകുന്ന ദിനം. അന്നാരും സംസാരിക്കാൻ ധൈര്യപ്പെടുകയില്ല. ഇല്ലാ ബിഇദ്നിഹി, പടച്ചവന്റെ അനുമതിയില്ലാതെ. അന്ന് സംസാരിക്കണമെങ്കിൽ അല്ലാഹു തആല സമ്മതം കൊടുക്കണം. സമ്മതം കൊടുക്കുന്നവർ മാത്രമേ അന്ന് സംസാരിക്കൂ. ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചു, വഫി സഹീഹൈനി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹദീസി ശഫാഅത്തി തവീൽ, ശുപാർശയുമായി ബന്ധപ്പെട്ട ദീർഘമായ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതിൽ വന്നിട്ടുണ്ട്. ആ ഹദീസിൽ കാണാം, വലാ യതകല്ലമു യൗമഇദിൻ ഇല്ല റസൂൽ, ദൂതന്മാരല്ലാതെ പ്രവാചകന്മാരല്ലാതെ അന്ന് സംസാരിക്കുകയില്ല. വദഅബ റസൂൽ യൗമഇദിൻ, അന്ന് ദൂതന്മാരായ പ്രവാചകന്മാരുടെ പ്രാർത്ഥന അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ചവനെ എന്നെയും എന്റെ ആളുകളെയും രക്ഷപ്പെടുത്തണേ എന്നുള്ളതായിരിക്കും അവരുടെ പ്രാർത്ഥന. അതല്ലാത്ത മറ്റ് സംസാരങ്ങളൊന്നുമില്ലാത്ത ദിവസമാണത്. ഫമിൻഹും ശഖയ്യും വസഈദ്, അന്ന് ഒരുമിച്ച് കൂട്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ വിജയികളും പരാജയികളുമുണ്ട്. വിജയിച്ച ആളുകളും അതേപോലെ പരാജയപ്പെട്ട ആളുകളും ആ ഒരുമിച്ച് കൂട്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലുണ്ടാകും. എന്നിട്ടോ ഓരോരുത്തരുടെയും അവസ്ഥ എന്താ? ഫഅമ്മല്ലദീന ശഖൂ, പരാജയപ്പെട്ട ആളുകൾ, ഫഫിന്നാരി, അവർ നരകത്തിലായിരിക്കും. ലഹും ഫീഹാ സഫീറും വശഹീഖ്, ആ നരകത്തിൽ അവർക്ക് നെടുവീർപ്പും തേങ്ങിക്കരച്ചിലുമാണ് ഉണ്ടാവുക. സഫീർ എന്ന് പറഞ്ഞാല് അവരുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ആ തേങ്ങലിന്റെ ശൈലിയാണ്. നെഞ്ചിൽ നിന്ന് വരുന്ന ഏകലടിച്ചുള്ള കരച്ചിലിന്റെ ശൈലിയാണ് ഷഹീഖ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും അലമുറയിട്ട് നിലവിളിച്ച് കരയാനും തേങ്ങി കരയാനുമല്ലാതെ മറ്റൊരു ഓപ്ഷനും അവർക്കവിടെ ഉണ്ടാവില്ല. ഖാലിദീന ഫീഹ, അവരാ നരകത്തിന് ശാശ്വതന്മാരായ നിലക്ക് ഒരിക്കലും പുറത്തു കടക്കാൻ അവർക്ക് സാധിക്കില്ല. മാതാപത്തിസമാവാത്തുമല്ലാന്നു, ആകാശഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും എന്ന അർത്ഥത്തെ അങ്ങനെ ആലങ്കാരികമായി പ്രയോഗിച്ചതാണെന്ന് മുഫസ്സിറുകൾ പറയുന്നു. ഇല്ലാ മാഷാ റബ്ബുക്ക്, തങ്ങളുടെ നാഥൻ ഉദ്ദേശിച്ചതൊഴികെ. നാഥൻ ഉദ്ദേശിച്ചതൊഴികെ എന്ന് പറഞ്ഞാൽ ഈ നരകത്തിൽ ചെന്നുപെട്ട ആളുകളുടെ കൂട്ടത്തിൽ അടിസ്ഥാന വിശ്വാസം ഉണ്ടാവുകയും
എന്നാൽ ചില കർമ്മങ്ങളുടെ കുറവുകൊണ്ട് അല്ലെങ്കിൽ പശ്ചാത്തപിച്ച് തെറ്റുകൾ പൊറുപ്പിക്കാത്തതിന്റെ കാരണം കൊണ്ട് കുറഞ്ഞ കാലത്തേക്ക് അല്ലാഹു തആല നരകത്തിലിട്ട ആളുകൾ ഉണ്ടാകും. അവരൊഴിച്ചു ബാക്കി എല്ലാവരും ശാശ്വതമായി നരകത്തിൽ തന്നെ കഴിയും. എന്നാൽ അവരെ രക്ഷപ്പെടുത്താൻ ശുപാർശകന്മാരുടെ വിവിധ കാറ്റഗറികളുണ്ട്. അവരിൽ ഓരോരുത്തരുടെ ശുപാർശ കൊണ്ട് പലരും രക്ഷപ്പെടും. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ അടക്കമുള്ളവരിൽ നിന്ന് ഉദ്ധരിച്ച് കാണാം, ഇന്നൽ ഇസ്തിസ്നാ ഇല്ലാ മാ ഷാ അല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിദുൻ അലൽ ഉസാത്തി മിൻ അഹ്ലി തൗഹീദി, ഏകദൈവ വിശ്വാസമുണ്ടായിരുന്നവരുടെ കൂട്ടത്തിലെ ദോഷികളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. മിമ്മൻ യുഖ്രിജുഹുമുല്ലാഹു മിനൻ നാരി ബിശഫാഅത്തി ശാഫഈന മിനൽ മലായികത്തി വൻ നബിയ്യീന വൽ മുഅ്മിനീൻ. നബിമാര്, മുഅ്മിനീങ്ങൾ, മലക്കുകൾ തുടങ്ങിയിട്ടുള്ള ശുപാർശക്കർഹരായ ആളുകളുടെ ശുപാർശ മുഖേന അല്ലാഹു തആല രക്ഷപ്പെടുത്തുന്നവരെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. സുമ്മത്ത് എത്തി റഹ്മത്തു അർഹമിർ റാഹിമീൻ, പിന്നീട് ഏറ്റവും വലിയ കരുണാവാരിധിയായ അല്ലാഹുവിന്റെ അനുഗ്രഹം മുഖേന ഈമാനിന്റെ കണികയെങ്കിലും മനസ്സിലുള്ള, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതിനെക്കുറിച്ചാണ് ഇല്ലാ മാ ഷാ റബ്ബുക, തങ്ങളുടെ നാഥൻ ഉദ്ദേശിച്ചവരൊഴികെ ബാക്കിയുള്ളവരൊക്കെ ശാശ്വതമായി നരകത്തിലാണെന്ന് പറഞ്ഞത്. അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇന്ന റബ്ബക ഫഅലുൽ ലിമാ യുരീദ്, നിശ്ചയം തങ്ങളുടെ നാഥൻ അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാകുന്നു. വഅമ്മല്ലദീന സുഇദു, അപ്പോൾ വിജയിച്ച ആളുകൾ ഫഫിൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലായിരിക്കും. ഖാലിദീന ഫീഹാ, ആ സ്വർഗ്ഗത്തിൽ അവർ ശാശ്വതന്മാരായ നിലക്ക്. മാദാമത്തി സമാവാത്തു അല്ലാഹു, ആകാശഭൂമി നിലനിൽക്കുന്ന കാലം, ചാൽ എല്ലാ കാലത്തും. ഇല്ലാ മാ ഷാ റബ്ബുക, തങ്ങളുടെ നാഥൻ ഉദ്ദേശിച്ചവരൊഴികെ. അതും നേരത്തെ പറഞ്ഞ ആളുകളെ പറ്റിയാണ്. അവർ തുടക്കത്തിൽ സ്വർഗ്ഗത്തിൽ ഉണ്ടാവില്ല, അദോഷികളായ ആളുകൾ. പിന്നീട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് എത്തും. അതാഅൻ ഗൈറ മജ്ദൂദ്, ഒരിക്കലും തന്നെ നിലച്ചു പോകാത്ത ഔദാര്യം എന്ന നിലക്ക് അല്ലാഹു തആല നൽകുന്ന സന്തോഷമാണ് അവർക്ക് ഈ സ്വർഗ്ഗം. അതുകൊണ്ട് ഫലാ തകു ഫീ മിരിയത്തിൻ മിമ്മാ യഅബുദു ഹൗലായി, ഈ കൂട്ടർ ആരാധിക്കുന്ന ദൈവങ്ങളെ സംബന്ധിച്ച് നബിയെ തങ്ങൾ സംശയാലു ആവുകയേ വേണ്ട. എന്ന് പറഞ്ഞാൽ ആ ആരാധന കൊണ്ട് അവർക്കൊരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല. മായഅബുദൂന ഇല്ലാ കമാ യഅബുദു ആബാഉഹും മിൻ ഖബൽ, അവരുടെ പിതാക്കൾ മുമ്പ് ആരാധിച്ചതുപോലെയാണ് അവരും ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. വൈന്നാലമുവഫൂഹും, അവർക്ക് നാം പൂർത്തിയാക്കി നൽകുക തന്നെ ചെയ്യും. നസീബഹും, അവർക്കുള്ള വിഹിതം ശിക്ഷയുടെ ഗൈറ മൻകൂസ്, ചുരുക്കപ്പെടാത്ത നിലക്ക്. അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിച്ച് അത് ഞങ്ങളുടെ വിജയത്തിന്റെ മാർഗമാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകൾക്ക് കടുത്ത ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മളെല്ലാവരെയും അവന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗ്ഗത്തിന്റെ ലിസ്റ്റിൽ പേര് ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.